ഘടോത്കചൻ ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഘടോത്കചൻ. അവന്റെ തല രോമമില്ലാത്തതും ഘടത്തിന്റെ ആകൃതിയുമുള്ളത് കാരണത്താലാണ് ഘടോത്കചൻ എന്ന പേര് വന്നത്. പാണ്ഡവപുത്രൻ ഭീമന്റെയും ഹിഡുംബി എന്ന അസുര സ്ത്രീയുടെയും പുത്രനായാണ് ഘടോത്കചന്റെ ജനനം. ശേഷം ഹിഡുംബിയും ഘടോത്കചനും പാണ്ഡവരോട് വിട പറയുമ്പോൾ കുന്തി ഘടോത്കചനോട് പറഞ്ഞു, "നീ പാണ്ഡവരുടെ മൂത്ത പുത്രനാണ്. നീ എപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം." അതിന് ഘടോത്കചന്റെ മറുപടി ഇതായിരുന്നു, "ആവശ്യം വരുമ്പോഴെല്ലാം എന്നെ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതിയാകും" എന്നു പറഞ്ഞ് അവർ അവിടെ നിന്നും യാത്രയായി. തന്റെ പിതാവിനെ പോലെ ഘടോത്കചന്റെ ആയുധവും ഗദയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം കർണനും ഘടോത്കചനും തമ്മിലുള്ള യുദ്ധം തുടർന്നു. ഘടോത്കചന് എതിരെയുള്ള ശ്രമങ്ങൾ നിഷ്ഫലമാകുന്നത് കണ്ടപ്പോൾ അവസാന ആശ്രയമായ വേൽ പുറത്തെടുത്തു. ഈ ശക്തമായ വേൽ ഇന്ദ്രൻ തന്റെ കവചകുണ്ഡലങ്ങൾക്കു പകരമായി അദ്ദേഹം നൽകിയതാണ്. ഇത് ആരുടെ നേരെ പ്രയോഗിക്കുന്നുവോ ആ വ്യക്തി കൊല്ലപ്പെടും എന്ന് ഉറപ്പായിരുന്നു. അർജുനനെ കൊല്ലാൻ കർണൻ കരുതി വെച്ചതായിരുന്നു. കർണൻ ഘടോത്കചന് നേരെ അത് ഉപയോഗിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. വേൽ തന്റെ ദേഹത്ത് കൊണ്ട നിമിഷം പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ശരീരം പർവ്വതം പോലെ വലുതാക്കി. ആ ശരീരം ഭൂമിയിൽ പതിച്ച നിമിഷം ദുര്യോധനന്റെ അക്ഷൗഹിണി എന്ന സൈന്യത്തെ ഞെരിച്ചു കൊന്നു.